അപ്പം ഫസ്റ്റ് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈറ്റൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇടുന്ന വീഡിയോ തന്നെയാണ്. അപ്പം എന്താ വെച്ചാൽ എല്ലാവരും വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഇങ്ങനെ എച്ചിൻ്റെ വീഡിയോ ഇടുന്നത് എന്നുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾ ടെസ്റ്റിന് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പേടിയുള്ള സംഭവമാണ് എങ്ങനെ ഇടാന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ എത്രത്തോളം ഫ്രീ ആക്കിയിട്ട് എത്രത്തോളം ഈസി ആക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പുതിയതായിട്ട് ഓരോരോ ഐഡിയകൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ തോന്നി. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പുതിയ ഒരു വീഡിയോസൊക്കെ ഇറക്കാൻ പ്ലാനിങ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറുന്ന ആ ഒരു ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പം വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ എന്തൊക്കെ ഫസ്റ്റ് ശ്രദ്ധിക്കണം, അതിനനുസരിച്ചിട്ട് ഇപ്പോൾ വണ്ടി നീങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം, അങ്ങനെ തൊട്ടിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഈ എത്രത്തോളം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആക്കി എടുക്കാൻ പറ്റുമോ അതൊക്കെ എന്താ പറയുക ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോയിൽ സ്റ്റെപ്പായിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ ഈ ഒരു ഐഡിയ ആയിരിക്കില്ല യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മളെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. മുമ്പേ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ രണ്ട് തരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അത് രണ്ടും നമുക്ക് മിക്സ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നിർത്തിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്താ പറയുക കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നിർത്താതെ എങ്ങനെ എടുക്കുക എന്നുള്ളതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലച്ച് എങ്ങനെ മനസ്സിലാക്കാം, പിന്നെ അതുപോലെ തന്നെ നമ്മളെങ്ങനെ വണ്ടിനെ നമ്മൾ കൺട്രോളിൽ തന്നെ നിർത്താം എന്നുള്ളതൊക്കെ. ഓക്കെ, കഴിയുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റിയ രീതിയിലുള്ള ഒരു സാങ്കേതിക ഉപകരണങ്ങളൊന്നും ഇല്ലാത്തതിനാൽ നമുക്ക് വീഡിയോ ചെയ്യുന്നതിൽ ചിലപ്പം കുറച്ച് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡൗട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് ഡോർ തുറന്ന് വണ്ടിയിൽ കയറി കഴിഞ്ഞ പാടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് ഓക്കെ ആണോ എന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ക്ലച്ച് മുഴുവനായിട്ട് ചവിട്ടാൻ പറ്റിയ രീതിയിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, നമ്മൾ സീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു സാധനമുണ്ട്. ഓക്കെ, ഈ ഒരു സാധനം കാണാൻ പറ്റും. നമ്മൾ സീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും താഴത്തുണ്ടാവുക. അത് മുകളിലേക്ക് വലിച്ചിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് കൈ മുന്നിൽ വെച്ചിട്ട് മുന്നോട്ട് നീക്കിയാൽ സീറ്റ് അഡ്ജസ്റ്റ് ആയി. അപ്പോൾ നമുക്ക് വേണ്ടി ആ ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാധനം വിടാവുന്നതാണ്. ഓക്കെ, മുകളിലേക്ക് വലിച്ചിട്ടാണ് മുന്നോട്ട് നീക്കുക. അപ്പോൾ നമുക്ക് പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ക്ലച്ച് ഫുള്ളായിട്ട് ചൂട്ടാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സീറ്റ് ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ സെറ്റ്. ഇനി നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാം. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കീ ഓൺ ആക്കുമ്പം കുറച്ച് ലൈറ്റുകളൊക്കെ കത്തുന്നത് കാണാൻ പറ്റും മീറ്ററിലായിട്ട്. ഓക്കെ, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ഇതിൽ ലൈറ്റുകൾ ഏതൊക്കെ കെടുന്നുണ്ടെന്ന് നോക്കാം. സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ആ ലൈറ്റുകളൊക്കെ കെട്ടിട്ടുണ്ട്. ഇനി അഥവാ കെടാതെ ഇതിൽ നമ്മളൊരു ബ്രേക്ക്, ഇത് ആ ഒരു ചിഹ്നം കണ്ടോ, ആ ഒരു ലൈറ്റ് കത്തിക്കെടുക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി ഉള്ളത് എന്നാണ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റ് പോകുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടതാണ്, ഇപ്പം ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം സ്റ്റാർട്ടാക്കിയതിന് ശേഷം ആ ഒരു ലൈറ്റ് കത്തിക്കെടുക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തുക. അപ്പം അതും ഓഫാവും. എന്നിട്ട് നമ്മൾ വണ്ടി നീങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈറ്റൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയിട്ട് നമ്മൾ ഗിയറിൻ്റെ ഓപ്പോസിറ്റ് കൈ വെച്ചിട്ട്, അതായത് നമുക്ക് എവിടേക്കാണോ നീക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് കൈ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഗിയറിലേക്ക് ഇടാം. അപ്പം ഫസ്റ്റിലേക്ക് ആകുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് മുകളിലേക്ക് ഇടാണ് ചെയ്യുക.
അപ്പം ഓവറായിട്ട് ബലം കൊടുക്കൊന്നും വേണ്ട, നമ്മൾ 2-3 വിരലൊക്കെ വെച്ചിട്ട് തിരിക്കാൻ പറ്റുന്ന സംഭവമുള്ളൂ. പക്ഷെ അത് ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ടൈറ്റായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം നൈസായിട്ട് ക്ലച്ച് ഫുള്ളായിട്ട് പിടിക്കുക, ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗിയർ ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് വിടുക. ഇനിയിപ്പം വണ്ടി ക്ലച്ച് വിടുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് വണ്ടി ഓഫാകുക എന്നുള്ളത്. അപ്പം അത് നമുക്ക് പരിഹരിക്കാൻ പറ്റിയൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മൾ മുന്നോട്ടേക്ക് നോക്കാം. മുന്നോട്ടേക്ക് നോക്കിയിട്ട് വണ്ടി നീങ്ങുന്നുണ്ടോ നോക്കാം. ഇപ്പം വണ്ടി നീങ്ങുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്ന വണ്ടിയിൽ കയറിയിട്ട് നോക്കുക. അപ്പം നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി പോകില്ലല്ലോ. അപ്പം അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ക്ലച്ച് വിടാൻ തുടങ്ങും. അതായത് ഹാഫ് ക്ലച്ചിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ വിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിലേക്ക് നോക്കേണ്ടതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് മുന്നോട്ട് മാത്രമാണ്. അപ്പം ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നോക്കുക, ക്ലച്ച് മെല്ലെ വിടുന്ന സമയത്ത് വണ്ടി നീങ്ങുന്നുണ്ടോ നോക്കുക. മെല്ലെ നീങ്ങുന്നുണ്ടെങ്കിൽ അതാണ് ഹാഫ് ക്ലച്ച്. ഓക്കെ, മെല്ലെ നൈസായിട്ട് പൊടിക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കാം സ്പീഡിന്. ഓക്കെ, അപ്പോൾ വണ്ടി നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വെക്കുക ക്ലച്ച്. ഓക്കെ, ഇനി ക്ലച്ച് ചവിട്ടണം, അതായത് സ്പീഡ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് ചവിട്ടരുത്. ഓക്കെ, നൈസായിട്ട് ഇപ്പം വണ്ടി മൂവിങ്ങിലാണ്, നൈസായിട്ട് ഒന്ന് ഇത്ര ചവിട്ടിയാൽ മതി. ഫുള്ളായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഇത്രയും വരണം നമ്മൾ ഹാഫ് ക്ലച്ചിലേക്ക് നമുക്ക് വീണ്ടും നീങ്ങണമെങ്കിൽ. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിൽ ഇപ്പോൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ നൈസായിട്ട് ഇത്ര ചവിട്ടിയാൽ മതി. ഒരു പൊടിക്ക് ചവിട്ടുക, ഒരു പോയിൻ്റ് കുറച്ചും കൂടി മുകളിലേക്കായിട്ട് വീണ്ടും റിലീസാക്കി കഴിഞ്ഞാൽ അത് പോകാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നൈസായിട്ട് മെല്ലെ നീങ്ങുക, വീണ്ടും ചവിട്ടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഭാഗത്തുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നേരെ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടുക. നമ്മൾ ഈ ഒരു ട്രാക്കിൽ നമുക്ക് പറ്റിയ ഒരു സമയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. അപ്പോൾ നേരെ നോക്കിയിട്ട് ക്ലച്ച് മെല്ലെ വിടുക, വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് നൈസായിട്ട് ഒന്ന് അമർത്തുക, വീണ്ടും ഒന്ന് മെല്ലെ വിട്ട് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗം നമുക്ക് ഓക്കെ ആവുന്നതാണ്. അങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ എങ്ങനെ നിർത്താം എന്നുള്ളതൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ള ലൈനിൽ കാണുന്നുണ്ടോ? ആ വെള്ള ലൈന് കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക, കാണാതാവുമ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നമ്മളത് മറിയല്ലോ. ആ സമയത്ത് വേണമെങ്കിലും ബ്രേക്ക് പിടിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ട്രാക്കിലുള്ള ആ ലൈന് വേണമെങ്കിലും നോക്കിയിട്ട് ഇതാക്കാവുന്നതാണ്, ബ്രേക്ക് പിടിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇനി നെക്സ്റ്റ് നമ്മളെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുന്നോട്ടൊക്കെ പോകാനില്ല. നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പായി, ഇനി റിവേഴ്സ് എടുക്കണം. റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ക്ലച്ച് വീണ്ടും ഫുള്ളായിട്ട് ചവിട്ടുക. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ബാക്കിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിർത്തിയല്ലോ, ഈ സമയത്ത് നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചിട്ട് വേണം ബ്രേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ടായിട്ട്. ഓക്കെ, ക്ലച്ച് പിടിച്ചിട്ട് വേണം ബ്രേക്ക് ചവിട്ടാൻ, എന്നാലേ വണ്ടി ഇവിടെ നമുക്ക് കറക്റ്റ് സ്ഥലത്ത് സ്റ്റോപ്പ് ആവുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇടാം, നടുവിലേക്ക് ആക്കുക. അതായത് ന്യൂട്രലിലേക്ക് ആക്കിയിട്ട് സീറ്റിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് ബാക്കോട്ടേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് വണ്ടി ബാക്കോട്ടേക്ക് എടുക്കണം. ബാക്കോട്ടേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടല്ലോ, റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ നൈസായിട്ട് ക്ലച്ച് വിടാൻ തുടങ്ങുക. ഈ ക്ലച്ച് വിടുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കുക വണ്ടി നീങ്ങുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്കറിയാൻ പറ്റും വണ്ടി നീങ്ങുന്നുണ്ടെങ്കിൽ. ഓക്കെ, ആയിക്കോ. പിന്നെ അവിടേക്ക് വീഡിയോ എടുക്കുക, ഇങ്ങനെ ഫോൺ അനക്കുന്നില്ല, മെല്ലെ നൈസായിട്ട് ക്ലച്ച് വിടുമ്പോൾ വണ്ടി നീങ്ങുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, മെല്ലെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നൈസായിട്ട് ഒന്ന് ക്ലച്ച് ചവിട്ടി കൊടുത്താൽ അവിടെ നൈസായിട്ട് നിൽക്കും. മെല്ലെ ഒന്ന് വിടുക, വണ്ടി ഒന്ന് ക്ലച്ച് ചവിട്ടുക, മെല്ലെ വിടുക. അത് ഏറ്റവും സ്പീഡ് വണ്ടി സ്ലോ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് നോക്കി ഓടിക്കാനും തിരിക്കാനൊക്കെ സമയം കിട്ടും. ഓക്കെ, സമയം കിട്ടും. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു കമ്പി കാണുന്ന സമയത്ത് നമ്മൾ റെഡിയായി നിൽക്കുക. അത് കാണാതാവുമ്പോഴാണ് നമ്മൾ സ്റ്റിയറിംഗ് ഓടിക്കേണ്ടത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ ക്ലച്ച് വിട്ടിട്ട് മൂവ് ചെയ്യുക. സ്ലോ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം ഇപ്പം എപ്പോഴാണ് അത് കഴിഞ്ഞ പാടത്തിന് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിരിക്കും. സ്പീഡ് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കമ്പി കാണാതായ പാടെ ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് ഓടിക്കുക. ഫുള്ളായിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്റ്റിയറിംഗ് തിരിയാൻ ഉണ്ടാവരുത്, അത്രയും ലോക്കാവുന്നവരെ സ്റ്റിയറിംഗ് മൊത്തമായിട്ട് ഓടിക്കുക. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ കാണാൻ പറ്റും. ഓക്കെ, ഈ സ്റ്റിക്കർ അതായത് ഞാൻ ഈ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെയും നമ്മളെ ഷോൾഡറിൻ്റെയും നേരെ ആ പുറത്ത് വെച്ച് ഈ കോൺ എത്തുന്ന സമയത്ത്, അതായത് സ്റ്റിക്കറിൻ്റെയും നമ്മളെ ഷോൾഡറിൻ്റെയും നടുവിലെത്തുമ്പോൾ നമ്മൾ സ്റ്റെയറിങ് മെല്ലെ ഒടിച്ച് തുടങ്ങുക. സ്റ്റെയറിങ് ഒരിക്കലും സ്പീഡിൽ തിരിക്കാനോ അല്ലെങ്കിൽ മെല്ലെ തിരിക്കാനോ ഒന്നുമല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോ ആക്കിയിട്ട് തിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു ഒന്നുകൂടി മുന്നോട്ടേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഷോൾഡറിൻ്റെയും ഇതിൻ്റെ എത്തുമ്പോൾ സ്റ്റെയറിങ് ഓടിച്ച് കയറും. അപ്പം ഇത് ഒരു ഫ്ലോ ആക്കിയിട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്പീഡിലായിട്ട് സ്റ്റെയറിങ് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടുവത്തെ ഇത് തട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്തൊക്കെ ക്ലച്ച് നമ്മൾ നൈസായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു ഹാഫ് ക്ലച്ച് തന്നെ നൈസായിട്ട് ഒരു പോയിൻ്റ് താഴേക്ക് ചവിട്ടുക, ഒരു പോയിൻ്റ് പിന്നെ ചവിട്ടുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടേക്ക് എത്തുമ്പം നേരെ തന്നെ നോക്കുക. ഒരിക്കലും ആ ഒരു പോയിന്റിലേക്കോ സൈഡത്തെ ലൈനിലേക്കോ ഒന്നും നോക്കണ്ട. നേരെ നോക്കുക. വണ്ടി നേരായാൽ മാത്രം സ്റ്റെയറിങ് നേരാക്കണമെങ്കിൽ നമുക്കറിയാം, മാരുതി 2 പ്രാവശ്യം നേരെ വന്നാൽ മതി. ഒന്ന് ഇതുപോലെ ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ നേരായി. പിന്നെ റിവേഴ്സ് തന്നെ വരിക. ഇങ്ങനെ വണ്ടി നേരാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വിചാരിക്കും അവിടെ തട്ടി വിചാരിച്ചുകൊണ്ട് സ്റ്റെയറിങ് പെട്ടെന്ന് നേരാക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വണ്ടി നേരായതിനു ശേഷം മാത്രം സ്റ്റെയറിങ് നേരാക്കുക. ചില തട്ടാൻ കിടക്കുന്ന സംഭവമൊക്കെ നമ്മൾ നൈസായിട്ടൊന്ന് കഴിച്ചിലായി പോകും. ഓക്കെ. ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പുറത്തെ ബാക്കത്തെ ലൈന് നോക്കുക. നമ്മളിവിടെ ബാക്കിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ. ഇനി ഇവിടുന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യം, എവിടുന്നൊക്കെ ബ്രേക്ക് പിടിക്കുന്നു അവിടുന്നൊക്കെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഗിയർ ചേഞ്ച് ചെയ്യണം. ബ്രേക്ക് പിടിക്കുന്നത് എന്തിനാണ്? നമുക്കിനി ബാക്കോട്ടേക്ക് പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. അപ്പം നമുക്കിനി ബാക്കോട്ടേക്ക് സ്ഥലമില്ല, പിന്നെ മുന്നോട്ട് പോകണം. അപ്പം അവിടെ ബ്രേക്ക് പിടിച്ച് ഗിയർ ചേഞ്ച് ചെയ്യുക. ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് ഇല്ല, വണ്ടി സൈഡിലേക്ക് അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെൻറ്ററാക്കിയിട്ട് എടുക്കാൻ നോക്കുക. അങ്ങനെ വണ്ടി സെൻറ്ററാക്കിയിട്ട് പോവുക. സെൻറ്ററാക്കിയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ചോ. മുന്നോട്ട് വരുന്ന സമയത്ത് ലൈന് കാണാതാകുമ്പോഴും ബ്രേക്ക് പിടിക്കുക. അല്ല ഇനി അത് വേണമെങ്കിൽ ആ സൈഡത്തെ ട്രാക്ക് നോക്കിയിട്ട് വേണമെങ്കിലും ബ്രേക്ക് പിടിക്കാൻ പറ്റും. ഓക്കെ. ബ്രേക്ക് റിവേഴ്സ് ഗിയറിലേക്ക് ഇടാം. റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പിടിച്ചിട്ട് ക്ലച്ചിൻ്റെ കൂടെ ബ്രേക്കും പിടിക്കണോ, അങ്ങനത്തെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും. അത് നമുക്ക് എച്ചിൻ്റെ സമയത്ത് നമുക്ക് പ്രശ്നമില്ല. ക്ലച്ച് മാത്രം പിടിച്ചാൽ മതി. ഇനി ഇവിടുന്ന് ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് ഇതാ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു കമ്പി കാണാൻ പറ്റും. ഈ കമ്പി നമ്മളെ കണ്ണാടീൻ്റെ ബാക്കിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുന്നേ ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഓടിക്കുക. ഓക്കെ. അതായത് നമുക്ക് ആ കമ്പീനെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. എത്തുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുന്നേ ഫുള്ളായിട്ട് ഓടിക്കുക. ഫുള്ളായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മെല്ലെ ബാക്കോട്ടേക്ക് വരാം. വരുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. നമ്മൾ ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ വണ്ടി എവിടെയും തട്ടില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ ഡോറിന് മുകളിലുള്ള 2 സ്റ്റിക്കർ, ഈ സ്റ്റിക്കർ നമ്മൾ പുറമേയുള്ള ആ കോണും നമ്മളെ സ്റ്റിക്കറും കൂടി നേരാകുമ്പോൾ ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ഓടിക്കുക. പക്ഷെ വണ്ടി നിൽക്കാൻ പാടില്ല, മൂങ്ങി തന്നെ ആയിരിക്കണം. ഓക്കെ. സ്റ്റിയറിംഗ് ഒരു ഫ്ലോയിൽ നിർത്തി ഓടിക്കുകയാണെങ്കിൽ വണ്ടി അപ്പുറത്തേക്ക് പോകും. അല്ല ഇനി അത് സ്പീഡാക്കി ഓടിക്കുകയാണെങ്കിൽ വണ്ടി ഈ സൈഡിൽ തട്ടും. ഓക്കെ. അങ്ങനെ ഈ ട്രാക്കിലേക്ക് വരുന്ന സമയത്ത് വണ്ടി നേരാണോ നോക്കുക. നേരായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റിയറിംഗ് നേരാക്കുക. ബാക്കോട്ടേക്ക് വരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡത്തെ ട്രാക്ക് നോക്കിയിട്ട് കണ്ട പാടെ തന്നെ നമുക്ക് ക്ലച്ച് പിടിച്ച് കണ്ട് ബ്രേക്ക് പിടിക്കാവുന്നതാണ്.
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഈസി ആക്കി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. മുന്നത്തെ 2 വീഡിയോ ചെയ്തതും തന്നെയാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഓരോ ഡ്രൈവിംഗ് സ്കൂളിൽ ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് എങ്ങനെ നമുക്കൊരു വീഡിയോ കൂടെ നമുക്കൊന്നുകൂടി എളുപ്പമാക്കി എടുക്കാൻ വേണ്ടി നോക്കാം എന്നുള്ളത് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പം നമ്മൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്തിട്ട് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് കോഴിക്കോട് നടക്കാവ്, ഈസ്റ്റ് നടക്കാവിലാണ് ഈ ഇവിടുത്തെ ഓഫീസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ താഴെ നമ്പറിൽ കോൾ ചെയ്താൽ മതി.